സോ നമുക്ക് എങ്ങനെ ബാങ്ക് പി ഒ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. അതായത് ഡേ 1 ഫസ്റ്റ് ഡേ നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ എല്ലാവർക്കും കുറേ ഡൗട്ട് കാണും. ആ ഡൗട്ട് ഈ വീഡിയോ കാണുന്ന ഈ ഫസ്റ്റ് ഡേ, ഇത് നമ്മുടെ ഡേ 1 ആണ്. ഈ ഡേ 1 തൊട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. ഡേ 1 നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ടോപ്പിക്സാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ടോട്ടലി there are 10 types of sentences. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരുമിച്ച് എഴുതുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് മീനിങ് കൊടുക്കുക. അതാണ് സെൻറ്റൻസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ കാണണം? സബ്ജക്റ്റ് കാണണം, വെർബ് കാണണം, ഒബ്ജക്റ്റ് കാണണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഹി ഈറ്റ്സ് എ മാംഗോ. ഇതിൽ ഹി എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ഈറ്റ്സ് എന്ന് പറയുന്നതാണ് വെർബ്, മാംഗോ ആണ് അതിലെ ഒബ്ജക്റ്റ്. നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം വെച്ചുകൊണ്ടും മീനിങ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ബേർഡ്സ് ഫ്ലൈ. ഇതിനകത്ത് സബ്ജക്റ്റും വെർബും മാത്രമാണുള്ളൂ, ഒബ്ജക്റ്റ് വരുന്നില്ല. അതുപോലെ തന്നെ വെർബ് മാത്രം വെച്ചും നമുക്ക് മീനിങ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഷട്ട് അപ്പ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ടോട്ടലി 10 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ് സെൻറ്റൻസ്, ഈ അസേർട്ടീവ് സെൻറ്റൻസിന് തന്നെ നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയും. പിന്നീട് വരുന്ന ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നമുക്ക് ഓരോ സെൻറ്റൻസിനെ പറ്റി വിശദമായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് അസേർട്ടീവ് സെൻറ്റൻസ്. അസേർട്ടീവ് സെൻറ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ഓൾസോ കോൾഡ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ അസേർട്ടീവ് സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? അസേർട്ടീവ് സെൻറ്റൻസ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു സബ്ജക്റ്റ് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പും കാണും. ഫോർ എക്സാമ്പിൾ, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൺ ഈസ്റ്റിലാണ് ഉദിക്കുന്നത്. അതെന്താണ്? അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളത് പറഞ്ഞ് അവിടെ ഉറപ്പിക്കുകയാണ്. ഈ അസേർട്ടീവ് സെൻറ്റൻസിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2 അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ്. അഫർമേറ്റീവ് സെൻറ്റൻസ് നമുക്ക് ഓൾസോ പോസിറ്റീവ് സെൻറ്റൻസ് എന്നും പറയാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഐ ആം ബിസി. നെഗറ്റീവ് സെൻറ്റൻസ് എങ്കിലും പറഞ്ഞാലാണ് നിങ്ങൾക്ക് പോസിറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാവുക. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് നെഗറ്റീവ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, നോട്ട്. ഐ ആം നോട്ട് ബിസി. ഇത് മീനിങ് വൈസ് വരുമ്പോൾ രണ്ടിനും സെയിം. മീനിങ് വൈസ് വരുമ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ കൂടി ആ ഒരു നോട്ട് എന്നുള്ള ആ ഒരു വേർഡ് വന്നതുകൊണ്ട് ഈ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. നമുക്ക് നോക്കാം എത്ര നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഈ 16 നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഏതൊക്കെയാണ് ആ 16 നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നത്തിങ്, നെയ്തർ, നോ, നെവർ, നോബഡി, no one, none, hardly, scarcely, barely, rarely, seldom, little, few. ഈ 16 നെഗറ്റീവ് വേർഡ്സ് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവായിരിക്കും. ഓർത്ത് വയ്ക്കുക, ഈ 16 നെഗറ്റീവ് വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ലിറ്റിൽ, ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവും എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വേർഡ്സ് ആണ്. ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവും, എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറഞ്ഞ വേർഡ് ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സെൻറ്റൻസുമാണ്. നമുക്ക് നോക്കാം. ഹീ ഈസ് നോട്ട് പ്രസൻറ്റ്. ഹീ ഈസ് നോട്ട് പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ബിക്കോസ് നോട്ട് ഉണ്ട്. ഹീസ് ആബ്സെൻറ്റ്. ഹീസ് ആബ്സെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, ബിക്കോസ് അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. ഈവൻ ദോ രണ്ടിൻ്റെ മീനിങ് സെയിം ആണെങ്കിൽ കൂടി ആ നോട്ട് നെഗറ്റീവ് വേർഡ് അതിനകത്ത് വരുന്നതുകൊണ്ട് അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറും.
താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടോ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആകുന്നത്? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ദാൻ കഴിഞ്ഞ് നത്തിങ് വന്നാൽ അതെപ്പോഴും ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നോ, ഇല്ല, അല്ലെങ്കിൽ അല്ല എന്നായിരിക്കാം. ഈ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എന്തെങ്കിലും ഉള്ളതാണ് ഇല്ലാത്തതിനേക്കാൾ നല്ലത്, ഉണ്ട്, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആവുന്നത്. ഇവിടെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് നത്തിങ് കംസ് ആഫ്റ്റർ ദാൻ, ഇഫ് നത്തിങ് കംസ് ആഫ്റ്റർ ദാൻ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ദാനിന് ശേഷം നത്തിങ് വന്നു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയാം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഏതൊരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചായിരിക്കും. ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റാണ്. ഇറ്റ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. ബട്ട് ഇറ്റ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും 8 ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് 8 ടൈപ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് 2 ടൈപ്പാണ്. WH ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഈ WH ക്വസ്റ്റ്യൻസ് എന്താ? ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടായിരിക്കും ആ സെൻറ്റൻസ് ബിഗിൻ ചെയ്യുന്നത്. അതുപോലെ 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണുള്ളത്. ആ 14 ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, ഹൂ, ഹൂസ്, ഹോം, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ. ഇതൊക്കെയാണ് 14 ക്വസ്റ്റ്യൻ വേർഡ്സ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഇറ്റ് ഈസ് എ WH ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് എന്ന് ഉറപ്പിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വാട്ട് ഈസ് യുവർ നെയിം. ഇതിനകത്ത് തന്നെ രണ്ടാമത്തതാണ് വെർബൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഈസ് ഇറ്റ് എ പെൻ? ഇതൊരു പെന്നാണോ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഓക്സിലറി വെർബ്. ഇത് തന്നെ 2 ടൈപ്സ് ഉണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സും ഉണ്ട്, മൊഡാൽ ഓക്സിലറി വെർബ്സും ഉണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഈസ്, ആം, ആർ, വാസ്, വെയർ. ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉറപ്പായിട്ടും കാണും എന്ന് ഓർത്തിരിക്കുക. ഇത് അഡീഷണൽ ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ഇത് നോക്കി വെക്കുക. ബീൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെർ. ഹാവിൻ്റെ ഹാവ്, ഹാസ്, ഹാഡ്. ഡൂവിൻ്റെ ഡു, ഡസ്, ഡിഡ്. ഇനി മൊഡാൽ ഓക്സിലറി വേർബാണ്. ദർ ആർ 13 ടൈപ്സ് മൊഡാൽ ഓക്സിലറി വേർബ്സ് ആണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ സബ്ജക്റ്റിൻ്റെ മൂഡ് എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഈ മൊഡാൽ ഓക്സിലറി വേർബ്സ്. ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ഔട്ട് ടു, ഡെയർ, നീഡ്, യൂസ് ടു. ഇതാണ് 13 ഓക്സിലറി വേർബ്സ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇറ്റ് ക്യാൻ ബി കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, വാർണിംഗ്, ത്രെട്ടൺ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്തൊക്കെയാണ്? മേ ബി ഒരു കമാൻഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഓർഡർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, ഒരു അഡ്വൈസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ത്രെട്ട് ആയിരിക്കാം. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ വേർബ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഇതെന്താണ്? ഈ അസേർട്ടീവ് സെൻറ്റൻസ് പോലെ തന്നെയാണ്. ഇത് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ഫുൾ സ്റ്റോപ്പ് വെച്ച് എൻഡ് ചെയ്യും. കാരണം അസേർട്ടീവ് സെൻറ്റൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിനും അങ്ങനെ തന്നെ വരാമെന്ന്.
സോ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവരുത്. ഒരു ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ് അങ്ങനെ ഒരു ഫോമിലാണ് തന്നേക്കുന്നതെങ്കിൽ അത് എന്തായാലും ഇമ്പരേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോൾ ദി വിറ്റ്നസ്, വിറ്റ്നസിനെ വിളിക്കൂ, അതൊരു ഓർഡറാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഇവിടെ നിന്ന് പുറത്തു പോകും, അതും ഒരു ഓർഡറാണ്. ഡോണ്ട് സ്മോക്ക്, അതൊരു അഡ്വൈസാണ്. പുക വലിക്കരുത് എന്നുള്ളത് ഒരു അഡ്വൈസാണ്. അടുത്ത് വന്നിരുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിങ്സ് അല്ലെങ്കിൽ സഡൻ ഫീലിങ്സ്. നമുക്കിപ്പോൾ പെട്ടെന്നൊരു സങ്കടം വന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആശ്ചര്യത്തോടെ ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്നു, അതൊക്കെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് വരിക. ലൈക്ക് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എന്ത് ഭംഗിയുള്ളൊരു ഫ്ലവറാണത്. ഇറ്റ്സ് ലൈക്ക് എക്സ്ക്ലമേഷൻ, ഇറ്റ്സ് ലൈക്ക് എക്സ്പ്രഷൻ ഓഫ് എ ഫീലിങ്സ്. ഓക്കെ, അതാണ്. അതും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ ഇറ്റ്സ് വെരി ഈസി. ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് ഫുൾ എക്സ്ക്ലമേറ്ററി മാർക്ക്. നോട്ട് നെസസറി ഇറ്റ് വിൽ എൻഡ് ഓർ ഇൻ ബിറ്റ്വീൻ. ഇൻ്റർജങ്ഷൻസ് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ അതിൽ എന്തായാലും ഒരു എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ടായിരിക്കും. ഇൻ്റർജങ്ഷൻസ് വരുന്നതും ഉണ്ട്. ഇൻ്റർജങ്ഷൻസ് വരുന്ന ഇതൊക്കെയാണ്: അല്ലാസ്, ഹീസ് ഡെഡ്, ബ്രാവോ, വി വൺ ദി മാച്ച്. കണ്ടു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടു. ഏതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കഴിഞ്ഞാലും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? 4 ടൈപ്പ് ഉണ്ട്: അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അസേർട്ടീവ് എന്താ? സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇൻട്രോഗേറ്റീവിന് ക്വസ്റ്റ്യൻ മാർക്ക് കാണും. ഇമ്പരേറ്റീവിന് ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ആയിരിക്കും. ലാസ്റ്റ് വൺ എന്താണ്? എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇറ്റ് വിൽ ഓൾവേസ്, നോട്ട് ഡൗൺ ഗൈസ്, ഓൾവേസ് they will have a exclamation mark. Don't forget, okay?